ഇവിടെ ചെറിയൊരു അറയുണ്ട്, എന്താ നോക്കാം. ചടിക്കോ 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 ചടിക്കോ. നമ്മളവിടെ നിന്നിട്ട് നല്ല അടിപൊളി കിടക്കാച്ചി 1-2 ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പൊ അത് കണ്ടിട്ട് വേറെ ടീം വന്നിട്ട്, വേറെ 1-2 ടീമല്ല, ഒരുപാട് ആളുകൾ വന്നിട്ടാണ്. അയ്യോ, ഇവിടെ കിടക്കാൻ ഒരു സ്ഥലം, നല്ല തണുപ്പും. പക്ഷെ ഈ കോട്ടന്റെ കുറെ ഭാഗങ്ങളിവിടെ നശിച്ചാണ്. കണ്ട അവിടൊക്കെ വേറെ എന്തൊക്കെ സംഗതികളുണ്ട്. ഇവിടെ മീൻ പിടുത്തക്കാരൻ കേട്ടാ, ഹെവി പിടുത്തക്കാരുണ്ട്. അതിന് വേറെ കയറാം. ഇതിന്റെ മുകളിൽ കയറിയിട്ട് നമുക്ക് നല്ല ഫോട്ടോസ് എടുക്കാം. യെസ്, അങ്ങനെ നമ്മുടെ മച്ചാന്മാർ 2ാമത്തെ തവണയാണ് ഈ ആംഗിൾ സ്പോട്ടിലേക്ക് വരുന്നത്. ആദ്യം വന്ന സമയത്ത് നമ്മൾ വീഡിയോയും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല കേട്ടോ. കാരണം അന്ന് കുറെ മുന്നേ ആയിരുന്നു ഞങ്ങളിവിടെ പറശ്ശിനി കടവ് അമ്പലത്തിലേക്ക് വരുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ വന്നുകൊണ്ടിരുന്നത്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കടലിന്റെ മനോഹരമായിട്ടുള്ള വ്യൂ ഉണ്ടോ, മനോഹരമായിട്ടുള്ള വ്യൂ നമുക്ക് ഇവിടുന്ന് നോക്കി കാണാം. ഇന്ന് നമ്മൾ 2 കോട്ടയാണ് കവർ ചെയ്തിരിക്കുന്നത്. ഒന്ന് ബേക്കൽ കോട്ടയും ഒന്നിപ്പോൾ ഈ സെന്റ് ആംഗ്ലോസ് കോട്ടയും. ഈ ആംഗ്ലോസ് ഫോർട്ടിന്റെ അത് പൂർണ്ണമായിട്ടും അതേ രീതിയിലാണ് പറയുക എന്ന് ഡൗട്ടുണ്ട് കേട്ടോ, ചെറിയ ഡൗട്ടുണ്ട്. എങ്കിലും നമുക്ക് അങ്ങനെ തന്നെ പറയാം അല്ലേ. ഇവിടെ നോക്കിക്കേ, ഈ തിര വന്ന് തട്ടിയിട്ട് ഈ കല്ലില്ലേ, ഉരുളൻ കല്ലുകളൊക്കെ ഒരു പ്രത്യേക തരം രീതിയിലായിട്ടുണ്ട്. നമ്മളെ അക്കൂരത്തിലേക്ക് വിടില്ലേ കല്ല്, അതേപോലെ ചെറിയ ചെറിയ കല്ലുകളായിട്ടുണ്ട്. ഈ നമുക്ക് ഇവിടുന്ന് ഉയരത്തിൽ നിന്ന് നോക്കുമ്പോഴാണ് ചെറിയ കല്ല്, പക്ഷെ അത് വളരെ വലിയ കല്ലാട്ടോ. ഇവിടെ കുറെ യാത്രക്ക് ശേഷം നമുക്ക് ഇവിടെ കിടക്കാൻ ഒരു സ്ഥലം, നല്ല തണുപ്പും കഴിഞ്ഞിട്ടുണ്ട്. വെറുതെ പറയണ നല്ല പൊടി വെയിലാണ്. പിന്നെ വീണ്ടും ട്വിസ്റ്റ്. നമ്മളവിടെ നിന്നിട്ട് നല്ല അടിപൊളി കിടക്കാച്ചി 1-2 ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പൊ അത് കണ്ടിട്ട് വേറെ ടീം വന്നിട്ട്, വേറെ 1-2 ടീമല്ല, ഒരുപാട് ആളുകൾ വന്നിട്ട് അവിടെ വന്നിരുന്നു. നമ്മളൊരു കറക്റ്റ് ലൊക്കേഷൻ, ജസ്റ്റ് ഒരു ഫോട്ടോ ജനിക്കാനുള്ള സംഗതി സ്ഥലം അല്ല, അത് അവർ വന്നിട്ടില്ല, ഒരാൾ ചെയ്യുന്നത് കണ്ടിട്ട് ചെയ്യാൻ എല്ലാവർക്കും നല്ല താല്പര്യം ഉണ്ടാവും. നല്ലൊരു വ്യൂ ആണ്. അവിടെ ഒരു സാമൂതിരിന്റെ സ്തൂപം കൂടി അപ്പുറത്തുണ്ട്, ആ സൈഡിലാണത്. അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് ആ ഭാഗങ്ങളിലൊക്കെ ഒന്ന് പോയി നോക്കാം. ഭാഗങ്ങളൊക്കെ കോട്ടയുടെ ഭാഗം തന്നെ കേട്ടോ ഉണ്ട് ഈ ഭാഗം. ഇവിടെ സൈഡിൽ ഈ കോട്ടയ്ക്കകത്തേക്ക് ഈ സൈഡിലൂടെ പ്രവേശിക്കാൻ പറ്റൂല, കാരണം അവിടെ ഒക്കെ ലോക്കാണ്, ഫുൾ ലോക്കാണ്. അടിക്കോ ചടിക്കോ. ഈ കോട്ടയിലാട്ടോ ഒരുപാട് ആളുകളുള്ളത്. അല്ല, നമ്മൾ കറക്റ്റ് എത്തിയിരിക്കുന്ന ഈ സമയം കറക്റ്റ് ആയതുകൊണ്ടാണ്. ബേക്കൽ ഫോർട്ടിൽ ഒരുപാട് ആളുകളുണ്ടാവും. നമ്മൾ നേരത്തെ എത്തില്ലേ, അതാണ്. അങ്ങനെ നമ്മൾ ആദ്യം കയറിയ ആ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ആ പീരങ്കൊക്കെ ഉള്ള കണ്ടല്ലേ, അവിടെ എത്തിയിട്ടുണ്ട്. റൊട്ടേറ്റ് ചെയ്യാനുള്ള സംഗതി ഉണ്ടാവും, ഇവിടെ പിടിച്ചത് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. എടുത്ത്
മാറ്റിയിട്ടുണ്ട്. ആ സീറ്റ് ഇപ്പൊ എന്തിനുണ്ടായിക്കോ? ആടാ ഇങ്ങനെ ഇറങ്ങാട്ടോ. അപ്പം ഇങ്ങനെ ഇറങ്ങാം. കണ്ട ആ ഇതില്ലേ ജയിലറ, അതിന്റെ മുകളിൽ പോകാം കേട്ടോ. ഇവിടെ കരടൊന്നുമില്ല. സ്റ്റെപ്പ്, ഇതിനകത്തേക്കുള്ള സ്റ്റെപ്പ്. ഇതിന്റെ മുകളിലൂടെ നടക്കാൻ പറ്റുമോ അറിയില്ല. നോക്കാം, നടന്നു നോക്കാം. ഇതിനകത്ത് അപ്പോൾ ഇതൊക്കെയാണ് ആംഗിൾസ് ഫോർട്ടിന്റെ വിശേഷങ്ങളും ചരിത്രപരമായിട്ടുള്ള ട്രഡീഷണൽ പരമായിട്ടുള്ള ഒരുപാട് സംഗതികളും. അപ്പോൾ ഇനി നമുക്ക് മെല്ലെ മൂവ് ചെയ്യാം. ഇനി നമ്മുടെ കേരളത്തിന്റെ ഒരേ ഒരു ഡ്രൈവിംഗ് ബീച്ചായിട്ടുള്ള മുഴുപ്പലങ്ങാടി ബീച്ചില ആ കലബിലൂടെ കലബില അല്ലേ കട്ട കിട്ട നല്ല വൻമരം. ആ പോണോ? കാണാനൊന്നുമില്ല, എന്നാലും വെറുതെ പോയി നോക്കാം നമുക്ക് വേണമെങ്കിൽ. ആ ഇതാട്ടോ ജയിലറ. ഇതിനുള്ളിൽ ഇതാണ്. അവിടെ ഗ്യാപ്പ് അടച്ചണടാ. ഇതെവിടൊക്കെ അടച്ചണ്. അതിനുള്ളിൽ നോക്കാം. എന്താണ് ജയില്? എന്താണ് മമ്മിയോ? പഴയ ജയിൽ ഇപ്പത്തെ ഇവിടെ സാമഗ്രികളൊക്കെ വെക്കാൻ പറ്റിയ സ്ഥലമാക്കി ആക്കി മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇതാട്ടോ അവിടെ തടവറ. തടവറക്ക് അതേപോലെ നിലനിർത്തിയിട്ടുണ്ട്. ഈ ഇവിടെ മുതൽ ആ അറ്റം വരെ അവിടെ കയറുന്ന വരെ തീർച്ചയായിട്ടും തടവറ തന്നെയാവും. അപ്പൊ ഇവിടെ നമ്മൾ കറക്റ്റായിട്ട് കറക്റ്റ് പീരിങ് മറ്റോടത്തൊക്കെ വെറുതെ വെച്ച പോലെ തന്നെയാണ് ഇവിടെ. എല്ലാ ഫോട്ടോ എടുക്കാനായിട്ട് തന്നെ ഇവിടെ കണ്ടോ ശരിയായിട്ട് ആംഗിൾ പ്രവർത്തിക്കുന്ന സ്ഥലമുണ്ട്. അതുപോലെ തന്നെ ഇവിടെയാണ് റീഫിൽ ചെയ്യുന്ന സ്ഥലം. ഇവിടെ അതിൻ്റെ ചെറിയൊരു നോബുണ്ട്. നോബ് അടച്ചിട്ടുണ്ട്. 1854 ഉണ്ടാക്കിയ സംഭവം കേട്ടോ. ഈ തിരി അടിപൊളി സംഭവം. ഇതാണ് അതിൻ്റെ ശരിയായിട്ടുള്ള രൂപം കണ്ടോ, പീരങ്കി. ശരിക്കും പറഞ്ഞാൽ ഈ കോട്ടയായിട്ടും ടിപ്പു സുൽത്താൻ എന്തെങ്കിലും ടിപ്പു സുൽത്താൻ്റെ ബന്ധം ഉണ്ടാവും കേട്ടോ. ഇവിടെ ചെറിയൊരു അറയുണ്ട്. എന്താ നോക്കാം. ഇതെന്താ എടാ ഇവിടെ ഈ ആളുകൾക്ക് നീച്ചിക്കാൻ പറ്റൂലല്ലോ. ആളുകൾക്ക് എണീറ്റേക്കാൻ പറ്റൂല. നമ്മൾ എവിടെയാണ് നല്ലൊരു ലൊക്കേഷൻ നോക്കി വെക്കണേ അവിടെയൊക്കെ ഫോട്ടോജനിക് ആയിട്ടുള്ള അടിപൊളി സംഭവമാണ്. അവിടെയൊക്കെ വന്ന ഫോട്ടോക്ക് ഒരുപാട് ആളുകളുണ്ടാവും. സെന്റ് ആംഗ്ലോസ് ഫോർട്ടിനോട് വിട പറഞ്ഞ് നമ്മൾ ടാറ്റ പോകുന്നു. ഇവിടെ ഈ ഫ്രണ്ടിൽ ഒരു പീരങ്കി ഉണ്ട് കേട്ടോ. അപ്പോൾ മച്ചന്മാരെ നമ്മൾ സെന്റ് ആംഗ്ലോസ് ഫോർട്ടിനോട് വിട പറഞ്ഞ് നമ്മളിനി പോകാൻ പോകുന്ന ഇവിടെ മുഴുപ്പിലങ്ങാടി ബീച്ചിലാണ്. മുഴുപ്പിലങ്ങാടി ബീച്ച് കേട്ടോ. നോക്കാം, അവിടുത്തെ വ്യൂസിനെ കണക്ക് നോക്കാം.